ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ പുലർത്തി കോൺഗ്രസിന്റെ നിർണായക നീക്കങ്ങൾ. തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാനത്ത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് വഴിതെളിഞ്ഞിട്ടുണ്ട്. ഇരു പാർട്ടികളും ചേർന്ന് സഖ്യം രൂപീകരിക്കാമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ആം ആദ്മി പാർട്ടി അംഗീകരിച്ചതോടെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ സംസ്ഥാനത്ത് സ്വീകാര്യതയുള്ള ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്റംഗ് പുനിയയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമെന്നാണ് വിവരം. സ്ഥാനാർത്ഥി ചർച്ച അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നതിനിടെ ഇരുവരും രാഹുൽ ഗാന്ധിയെ കണ്ടത് സ്ഥാനാർത്ഥിത്വത്തിന് മുൻപുള്ള കൂടിക്കാഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെടുത്ത ചിത്രം കോൺഗ്രസ് ആണ് പുറത്തുവിട്ടത്. രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആഗ്രഹം വിനേഷ് നേരത്തെ ചിലരോട് പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിർദ്ദേശം രാഹുൽ വിനേഷിന് മുൻപിൽ വെച്ചതായാണ് വിവരം. കഴിഞ്ഞ ദിവസത്തെ കർഷക പ്രതിഷേധത്തിൽ വിനേഷ് ഫോഗട്ട് പങ്കെടുത്തിരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ താമസിയാതെ പുറത്തിറങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ വിനേഷിന്റെ പേരുമുണ്ടാകുമെന്നാണ് സൂചന. ജുലാന സീറ്റിൽ വിനേഷ് ഫോഗട്ടും ബാട്ട്ലി സീറ്റിൽ നിന്ന് ബജ്റംഗ് പുനിയയും ജനവിധി തേടാനാണ് സാധ്യത. ഒളിമ്പിക്സിന് ശേഷം പാരീസിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ വിനേഷ് ഫോഗട്ടിന് കോൺഗ്രസ് നേതാവും എംപിയുമായ ദീപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിൽ ഗംഭീര സ്വീകരണമായിരുന്നു നൽകിയത്. 2023 മുൻ BJP എംപിയും അന്നത്തെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലവനുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗികാരോപണത്തിൽ പുനിയയും ഫോഗട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. സമരം ശക്തമാക്കിയതിൽ ഇവർക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ആകെയുള്ള 90-ൽ 66 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി നേരത്തെ അംഗീകരിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യസാധ്യതകൾ പുരോഗമിക്കുന്നതിനാൽ അന്തിമ പട്ടിക പുറത്തുവിട്ടിട്ടില്ല. ആം ആദ്മി 10 സീറ്റുകളിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. ആം ആദ്മിക്ക് കൈകൊടുക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമില്ല. എന്നാൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചന്ദയുമായി 3ാം വട്ട ചർച്ചയിലാണ്. 7 സീറ്റുകൾ നൽകാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ചിലപ്പോൾ അത് കൂടാനും ഇടയുണ്ട്. അതേസമയം ജനനായക് ജനതാ പാർട്ടി JJPയും ആസാദ് സമാജ് പാർട്ടി കാൻഷിറാം വിഭാഗ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 19 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. JJP നേതാവ് ദുഷ്യന്ത് ചൌട്ടാല ഉച്ചനയിൽ നിന്നും ദിഗ്വിജയ് ചൌട്ടാല ദബ്വാലിയിൽ നിന്നും മത്സരിക്കും. ഒക്ടോബർ 5-ന് ഒറ്റഘട്ടമായാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ്. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ.